ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ജോണോന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിനു തോമസ്. എൻ്റെ പേര് അമൽ വർഗീസ്. ഇന്ന് ചെയ്യുന്ന ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. ആ ട്രെയിലർ റിയാക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്രെയിലർ. നമ്മളൊരു സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത്. അതെ, ഇത് ഈ സിനിമയിലെ ആക്ടറിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. സമ്പൂർണേഷ് ബാബു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി. ശംഭു അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മൾ പുള്ളിയുടെ ഒരു സിനിമയുടെ ഹൃദയകാലയം എന്നാണ്. ഹൃദയകാലയം എന്ന് പറഞ്ഞ സിനിമയുടെ ഒത്തിരിയും സീനുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്ന് വേണ്ട ഇന്റർനെറ്റ് മുഴുവൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ പഴം കൊണ്ട് ആൾക്കാരെ കൊല്ലുന്ന സീനുകളും പിന്നെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിങ്ങും അപ്പൊ പുള്ളിയുടെ പുതിയ മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ദിവസം ഇറങ്ങി, 2 ദിവസമായുള്ള ഇറങ്ങിയിട്ട്. അപ്പൊ നമ്മൾ ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാണ് പ്രാവശ്യം. പിന്നെ പുള്ളിനെ നമുക്ക് കളിയാക്കാൻ പറ്റിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി സിനിമകൾ അറിയാറ്. സ്പൂഫ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രീനെ കളിയാക്കിക്കൊണ്ടാണ് പല സിനിമകളും പുള്ളിയുടെ സിനിമ പറയുന്നത്. അപ്പൊ ഹൃദയകാലയമാണെങ്കിലും തെലുങ്ക് സിനിമകളെ കളിയാക്കിക്കൊണ്ട് പുള്ളി ഇറക്കിയ സിനിമയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി പലർക്കും അറിയത്തില്ല ആ സിനിമ സ്പൂഫ് സിനിമയായിരുന്നു എന്ന്. അപ്പം ഈ സിനിമയും സ്പൂഫ് സിനിമയാണ്. ഈ സിനിമയുടെ പേര് കൊബരിമട്ട എന്നാണ്. കൊബരിമട്ടയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അതായത് കോമഡി അല്ലേ, അതായത് പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ നമുക്ക് ട്രെയിലർ കാണാം. ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി ഓക്കെ. ദാരിദ്ര്യം പിടിച്ച വില്ലേജ് തെലുങ്ക് സിനിമ ഇങ്ങനെയാണ്. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്നതായിരുന്നു. ദൈവം ദൈവം ശക്തിയിലേക്കൊന്നുമില്ല. ശക്തിയിലെ മതി ഭയങ്കര മാസ് കണ്ടടാ, മാസ് കണ്ടു പഠിക്കാൻ പോരാ. ഇപ്രാവശ്യം പഴമല്ല, കത്തിയടാ, കത്തി. എന്റെ ദൈവമേ. മറ്റേ ബാലയനെ തോന്നിക്കില്ല. ബാലയൊരു ഡാൻസ് ഇല്ല. പക്ഷെ ലുക്ക് നോക്കാണ്. പക്ഷെ പുള്ളി കുറെ മേക്കപ്പ് ഒക്കെ 3 നായികമാരാ. ഇത് അവര് ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഇറക്കിയിരിക്കുന്ന വീഡിയോ ആണ്. സമ്പൂർണേഷ് ബാബുവിന്റെ തെലുങ്ക് ഫിലിം നടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സമ്പൂർണേഷ് ബാബുവിന്റെ കൊബരിമട്ടയുടെ ട്രെയിലർ കണ്ടു. തിരിച്ചിരിച്ച് മണ്ണ് കൊപ്പി. ഇങ്ങനെ ഈ സമ്പൂർണേഷ് ഈ ശംഭു ഇങ്ങനെ സിനിമകൾ ഇറക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ കുറച്ച് കത്തി കുറഞ്ഞിരിക്കുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇങ്ങനെ സ്കൂപ്പ് സിനിമകൾ ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ആൾക്കാർക്ക് കളിയാക്കി അവർ ഇച്ചിരി കുറച്ച് കത്തിയൊക്കെ ഇച്ചിരി കുറച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇപ്പൊ പണ്ട് ഭയങ്കരമായിട്ട് വണ്ടി ഓടിക്കുന്നു. ബാലയുടെ ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അസഹനീയം എന്ന് പറയേണ്ടി വരും. അതെ, ആ പുള്ളിയുടെ ഡാൻസ് പോലെ തന്നെയാണ് കേട്ടോ. പുള്ളി അതും ഭയങ്കര ട്രെൻഡിങ് വീഡിയോ ആയിരുന്നു. ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും തന്നെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പം അതിന്റെ ഒരു കൊട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ ഇതിനകത്ത് പുള്ളി ഡാൻസ് കളിക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് രൂപക് റൊണാൾഡ്സൺ ആണ്. രൂപക് റൊണാൾഡ്സൺ ഇതിന് മുമ്പ് സിനിമ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റീവൻ ശങ്കറാണ് സ്റ്റോറിയും സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന കമ്രാനാണ്. കേട്ടില്ല. അപ്പം അത് നമ്മള് മ്യൂസിക് അല്ല ഇതിനകത്ത് എങ്ങനെ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ കളിയാക്കാന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ ലക്ഷ്യം, പുള്ളിയുടെ സിനിമകൾ കൊണ്ടുള്ള ലക്ഷ്യം. അപ്പം ഇപ്പൊ ഈ സാധാരണ സ്ഥിരം ക്ലീഷേഴ്സ് ഉണ്ടല്ലോ തെലുങ്ക് സിനിമകളിൽ കാണുന്നത്. ഇപ്പൊ ഭയങ്കര ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ വരുന്നതോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സിനിമ. അപ്പം അതൊരു കോമഡി ടച്ചിൽ പുള്ളി കാണിക്കുകയാണ്. പിന്നെ തെലുങ്ക് ഓഡിയൻസിനൊക്കെ പുള്ളിനെ അറിയാം. അങ്ങനെ പുള്ളിനെ ഇപ്പൊ ഇവിടെ ഈ ബാക്കി ഇങ്ങനെ വന്നവരെയൊക്കെ കളിയാക്കി വിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പേര് പറയുന്നില്ല.
പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം സമ്പൂർണ്ണേഷ് ബാബുവിന് അവിടെ ഫാൻസ് ഉണ്ട് ഇങ്ങനെ സ്കൂപ്പ് സിനിമകൾ ഇറക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് പുള്ളി വീണ്ടും വീണ്ടും സിനിമകളായിട്ട് വരുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് ഷക്കീല ഉണ്ട്. ഷക്കീലനെ കാണിച്ചു നായിക ആകാൻ ചാൻസ് ഇല്ല. നായിക 3 പേര് ഇരിക്കുന്ന കണ്ടില്ല അവസാനം ഒരു കോൺട്രാക്ട്. എന്തായാലും റോള് കാണും, നല്ല റോളായിരിക്കും അല്ലെ. ഇപ്പൊ കുറെ നല്ല റോളുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പം നല്ല സിനിമയായിരിക്കും തോന്നുന്നു. ഇവിടെ ചിരിക്കാൻ എന്തായാലും ഉണ്ട്. അപ്പം ട്രെയിലർ കണ്ടു, അടിപൊളി ട്രെയിലർ. സമ്പൂർണ്ണേഷ് ബാബുവിനും അവരുടെ ടീമിനും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, അപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ താഴെ ഒരു ചുവന്ന ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട്, അതെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ അറിയത്തില്ലാത്തവർക്ക്, മൊബൈലിലൊക്കെ വരുന്ന ഇപ്പൊ പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ അറിയുന്ന വരികയല്ല യൂട്യൂബിന്റെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിന്റെ ഇവിടെ കിടപ്പുണ്ട്, facebook.com/Janoview. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് പേജിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ കണ്ടന്റും വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.